ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു മാങ്ങാക്കറിയാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമാങ്ങ കഴുകി വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാതെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് റോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി തുടങ്ങുമ്പോൾ സ്റ്റവിൽ നിന്ന് മാറ്റാം നമുക്ക്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബൗൾ കൊണ്ട് 3 ബൗൾ മാങ്ങയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഉപ്പും മുളകും ഈ പാത്രം കൊണ്ട് അളന്നെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉപ്പ് ചേർക്കുന്നുണ്ട്. കല്ലുപ്പ് പൊടിച്ച ഉപ്പാണ് ചേർക്കുന്നത്. അതേ അളവിൽ തന്നെ 1/2 കപ്പ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ പൊടിച്ചു വെച്ച കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതില്ലെങ്കിൽ സാധാരണ ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഇനി ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 250 ഗ്രാം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കടുക്, 4 ഉണക്കമുളക്, 10 വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഗ്രൗണ്ട് നട്ട് ഓയിൽ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല പുളിയുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഈ അച്ചാറും കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക്